Hello guys and welcome back to Best Car Picks. ഇടയ്ക്കിടയ്ക്ക് ക്രാഷ് ടെസ്റ്റ് റിസൾട്ടുകൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് 3 പുതിയ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഭാരത് എൻക്യാപ്പാണ് വിട്ടത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലുമല്ല, നമ്മുടെ ഗ്ലോബൽ എൻക്യാപ്പ് തന്നെയാണ്. ഭാരത് എൻക്യാപ്പ് ഇടയ്ക്ക് പ്രാവശ്യം വന്ന് കുറച്ച് റിസൾട്ട്സ് ഒക്കെ വിട്ടിട്ട് പോയി, പിന്നെ അവരെ കണ്ടിട്ട് പോലുമില്ല. വീണ്ടും ഗ്ലോബൽ എൻക്യാപ്പ് തന്നെയാണ് റിസൾട്ട്സ് വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 3 വാഹനങ്ങളിൽ നമുക്ക് കറക്റ്റ് ഓർഡർ അനുസരിച്ച് പോകാം. അതായത് ഏറ്റവും വലുതിൽ നിന്ന് താഴത്തേക്ക് പോകാം. ഇവിടെ ഇപ്പം ഏറ്റവും വലുത് എന്ന് പറയാൻ പറ്റുന്ന റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കിയ കാരൻസിനാണ്. 3 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ഈ ഒരു വാഹനത്തിന് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അവർ 2 പ്രാവശ്യം ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അവരുടെ ചാനൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഒന്നിൽ 0 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും അടുത്തതിൽ 3 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും ആണ് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ കുറച്ച് കമ്പാരിറ്റീവ്ലി പഴയ നോംസ് വെച്ച് ടെസ്റ്റ് ചെയ്ത സമയത്ത് കാരൻസിന് 3 സ്റ്റാർ റേറ്റിംഗ് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ കുറേയൊക്കെ ലോസ് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് ESP അതുപോലെ 6 എയർ ബാഗ്സും ഒക്കെ കമ്പൽസറി ആയ പോലെയാണ്. കമ്പൽസറി ആണെന്നല്ല, എന്നാലും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടുള്ളൂ. അത് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് 6 എയർ ബാഗ്സ് ESP ഒക്കെ വേണം, അല്ലെങ്കിൽ 3 കൂടുതൽ കിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ വാഹനത്തിൽ അവർ ആദ്യം ടെസ്റ്റ് ചെയ്ത മോഡൽ കുറച്ച് പഴയ വേർഷനായിരുന്നു. 2023 5-ാമത്തെ മാസം, അതായത് നമ്മുടെ മെയ് ആ ഒരു സമയത്ത് അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത വാഹനമായിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നെ 2023 തന്നെ ലാസ്റ്റ്, അതായത് നമ്മുടെ ഡിസംബറിൽ മാനുഫാക്ചർ ചെയ്ത ഒരു മാസം വാഹനം അവർ ടെസ്റ്റ് ചെയ്ത സമയത്താണ് ഈ പറയുന്ന 3 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയത്. അതിനു മുമ്പ് 0 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് കിട്ടിയിരുന്നത്. ജസ്റ്റ് അറിയാൻ വേണ്ടി റെഫറൻസിന് പറഞ്ഞേ ഉള്ളൂ. 3 സ്റ്റാർ റേറ്റിംഗും അത്ര വലിയൊരു സംഭവമൊന്നുമല്ല, വളരെ ആവറേജ് ആയിട്ടുള്ള റേറ്റിംഗ് ആണ്. ഇതിന് ഔട്ട് ഓഫ് 34 അഡൽട്ട് സേഫ്റ്റി പ്രൊട്ടക്ഷനിൽ 22.07 പോയിൻറ്റ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് 3 സ്റ്റാർ ആയത്. ആൻഡ് നമ്മൾ ചൈൽഡ് സേഫ്റ്റി നോക്കുകയാണെങ്കിൽ അക്കാര്യത്തിൽ വളരെ ഇമ്പ്രസീവ് ആണ് കേട്ടോ. 41 പോയിൻറ്റ്സ് ഈ വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതിപ്പം ഓൾമോസ്റ്റ് ടോപ്പ് ഗ്രേഡ് ആണ് എന്ന് തന്നെ പറയാം. അതായത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ മോശമല്ലല്ലോ. പക്ഷേ എന്നാൽ അഡൽട്ട് സേഫ്റ്റിയുടെ കാര്യത്തിലാണ് ഈ വാഹനം പിന്നെയും താഴേക്ക് വീണ് പോകുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ അവർ കാരൻസ് 2022 ഇറങ്ങിയ സമയത്ത് 6 എയർ ബാഗ്സ് ഒക്കെ സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തുകൊണ്ടിരുന്നൊരു വാഹനം കൂടിയാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ കാലത്ത് നമ്മളിപ്പം ആ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞല്ലോ, 5-ാമത്തെ മാസവും 12-ാമത്തെ മാസം അവർ ടെസ്റ്റ് ചെയ്ത മോഡൽ ഇയർ വെച്ച് ആ ഒരു വാഹനത്തിൽ അത്യാവശ്യം ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും 3 സ്റ്റാർ സേഫ്റ്റി റേറ്റിങ്ങിന് മുകളിലേക്ക് വരാൻ മാത്രമുള്ള ഡിഫറൻസ് അവരിപ്പോഴും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സംഭവം. ഇനിയിപ്പോൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും എങ്ങനെയാണ് പുതിയ കറക്റ്റ് അതുപോലെ സെൽറ്റോസിൻ്റെ ഒക്കെ ഫേസ് ലിഫ്റ്റ് വന്നതിൽ ഒരു സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നതെന്ന്. കാരണം അതിൻ്റെയൊക്കെ സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്തതായിട്ട് ഹ്യുണ്ടായും കിയയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനിപ്പം സേഫ്റ്റി റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എന്തോരം നന്നായിട്ട് സ്കോർ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഇനി ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ കാരൻസ് എടുക്കാതിരിക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ടോട്ടലി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങളുടെ അത്യാവശ്യം വലിയ ഫാമിലിയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടംപോലെ ആൾക്കാർ കയറും, ആൻഡ് എർട്ടിഗ എടുക്കാൻ വലിയ താല്പര്യമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എർട്ടിഗയുടെ സേഫ്റ്റി റേറ്റിംഗ് വളരെ ഗംഭീരമൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്റ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓപ്ഷനായിട്ട് നമുക്ക് പറയാം. കാരണം ഇനിയും നമ്മൾ ഈ റിസൾട്ട് ടെസ്റ്റ് മാറുന്നതനുസരിച്ച് കുറേയൊക്കെ വണ്ടികൾ വളരെ മോശമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സെക്കൻഡ് പൊസിഷനിൽ ഈ 3 വണ്ടികൾ ടെസ്റ്റ് ചെയ്തതിൽ നടുവിലത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് അമേസ്. ശരിക്കും ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3-2-1 എന്നാണ്. അതായത് 3-2-1 ഗോ എന്ന് പറയുന്നതിൻ്റെ സംഭവമല്ല, 3 സ്റ്റാർ 2 സ്റ്റാർ 1 സ്റ്റാർ ഇങ്ങനെയാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവർ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന വണ്ടികളുടെ റിസൾട്ട് വന്നിരിക്കുന്നത്. അതിൽ അമേസിന് കിട്ടിയിരിക്കുന്നതും 2 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ്. 27.85 പോയിൻറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിന് 34 കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഈ മൊത്തത്തിലുള്ള പ്രൊസീജിയേഴ്സും സംഭവങ്ങളൊക്കെ മാറിയതുകൊണ്ട് ഈ റേറ്റിംഗ് കൊടുക്കുന്ന കാര്യത്തിൽ കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. കാരൻസിന് 22.07 ആയിരുന്നു, അമേസിന് 27 മുകളിൽ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും അമേസിന് 2 സ്റ്റാറും കാരൻസിന് അവർ 3 സ്റ്റാറും കൊടുത്തിട്ടുണ്ട്. ആ സംഭവം വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ 6 എയർ ബാഗ്സ് അതുപോലെ തന്നെ ESP തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരിപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പോയിൻറ്റ്സ് കൊടുക്കും. മാത്രമല്ല സ്റ്റാർ റേറ്റിംഗിൻ്റെ കേസിലേക്ക് വരുമ്പോഴേക്കും അതൊക്കെ മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2 സ്റ്റാർ റേറ്റിംഗ് ആയി പോയത് എന്ന് നമുക്ക് പറയാം. അമേസിൽ ഇപ്പോഴും ഹോണ്ട ആകെപ്പാട് കൊടുക്കുന്ന 2 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എയർ ബാഗ്സ് മാത്രമാണ്. 6 എയർ ബാഗ്സോ 4 എയർ ബാഗ്സോ ഒന്നും അവർ ഇതുവരെ കൊടുക്കുന്നില്ല. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം ഈ വാഹനത്തിൻ്റെ ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റ് ഇനിയിപ്പോൾ പെൻഡിങ് ആണ്. ശരിക്കും പറഞ്ഞ് ഇവർ ഇപ്പോൾ അമേസ് എടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഇത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് എന്ന് പറയും. ഇപ്പോഴത്തെ ജനറേഷൻ്റെ സെക്കൻഡ് ജനറേഷൻ മോഡൽ ഇറങ്ങിയത് തന്നെ 2018 ആ ഒരു കാലത്തിലാണ്. ആൻഡ് അത് കഴിഞ്ഞിപ്പം ഏകദേശം 6 വർഷം കംപ്ലീറ്റ് ആയി. ആൻഡ് ഇതിൻ്റെ ഒരു പുതിയ ജനറേഷൻ്റെ മോഡൽ അവരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലാണ് ആ ഒരു വാഹനം വരാൻ പോകുന്നത്. അത് വരുമ്പോൾ തീർച്ചയായും അതിനകത്ത് അവർ 6 എയർ ബാഗ്സും ESPയും അങ്ങനത്തെ എല്ലാ സകലമായ സേഫ്റ്റി ഫീച്ചേഴ്സും കൊടുക്കും. മാത്രമല്ല ഓവറോൾ വാഹനത്തിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ആണെങ്കിലും ഇൻറ്റിഗ്രിറ്റി ആണെങ്കിലും എല്ലാം അത് നന്നായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്യും. കാരണം ഇതിപ്പം ഇതിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വളരെ പഴയ പ്ലാറ്റ്ഫോമാണ്. ആൻഡ് ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ തന്നെ പഴയ ടെസ്റ്റ് പ്രൊസീജിയേഴ്സൊക്കെ വെച്ച് ഈ വാഹനത്തിന് പണ്ട് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു.
വേറൊരു പ്രശ്നം ഇതിൻ്റെ ചൈൽഡ് സേഫ്റ്റി ആണ്. ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഈ വാഹനത്തിന് 0 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. 8.58 പോയിന്റ്സ് മാത്രമാണ് ഔട്ട് ഓഫ് 49 ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കൺസേണിംഗ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 എയർ ബാഗ്സ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന വണ്ടികൾ ഗ്ലോബൽ എൻക്യാപ്പിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾ സേഫ്റ്റി റേറ്റിംഗ് പ്രതീക്ഷിച്ചാൽ മതി. അതിപ്പം നമ്മുടെ പഴയ ടിയാഗോ ടിഗോറൊക്കെ ആണെങ്കിലും മിക്കവാറും ഈ ഒരു ഗ്യാപ്പിലേ കിട്ടുള്ളൂ. കാരണം ആ പറഞ്ഞ 2 വണ്ടികളിനകത്തും ESP ഇല്ല, അതുപോലെ തന്നെ 2 എയർ ബാഗ്സ് കൂടുതൽ വരുന്നതുമില്ല. അപ്പം സെയിം ഈ ഒരു അവസ്ഥ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് മൊത്തത്തിൽ പറഞ്ഞാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിംഗ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട എന്ന് വിചാരിച്ചു. ഇവരുടെ പ്രൊസീജിയേഴ്സിൻ്റെ ആണ് ഈ പറയുന്ന രീതിയിൽ മിക്ക വാഹനങ്ങളുടെയും റേറ്റിംഗ് കുറഞ്ഞത്. ഇനി അടുത്തത് അധികം സർപ്രൈസ് ചെയ്യിപ്പിക്കാത്തൊരു വാഹനമാണെന്ന് പറയും. ഈ വാഹനം ടെസ്റ്റ് ചെയ്യാൻ എടുത്തതായിട്ട് കുറേയൊക്കെ ഇൻറ്റേർണൽ റിപ്പോർട്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ മഹീന്ദ്രയുടെ ബൊലേറോ നിയോ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പഴയ TUV 300 ഫേസ് ലിഫ്റ്റ് ആണ്. ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ അവർ താറിൽ നിന്നും അതുപോലെ നമ്മുടെ സ്കോർപ്പിയോയിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാൽ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും വലുതായിട്ട് മഹീന്ദ്ര ഈ ഒരു വാഹനത്തിൽ ഫോക്കസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ 321 എന്ന് പറഞ്ഞ ഓർഡറിൽ 1 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിരിക്കുന്ന വാഹനം ഇതാണ്. 20.26 പോയിന്റ്സ് ആണ് ഈ ഒരു വാഹനത്തിന് ഔട്ട് ഓഫ് 34 അഡൽട്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 സ്റ്റാർ റേറ്റിംഗ് മാത്രമേ വന്നിട്ടുള്ളൂ. ആൻഡ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്രാഷ് ടെസ്റ്റ് വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം ടെറിഫയിങ് ആണ്. കാരണം ഇതിൻ്റെ റൂഫ് മടങ്ങി പോകുന്നുണ്ട്. പില്ലറിൻ്റെ ആ ഒരു പോർഷൻ, അതായത് വണ്ടി മൊത്തത്തിൽ ഇപ്പോൾ ഡോറാണെങ്കിലും എല്ലാ സാധനങ്ങളും അങ്ങോട്ട് അകത്തേക്ക് മടങ്ങി കയറി പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഈ ഒരു ടെസ്റ്റിംഗ് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ വാഹനത്തിൽ ഈ പറയുന്ന പോലെ ESP ഒക്കെ നിങ്ങൾ മറന്നേക്ക് 2 എയർ ബാഗ്സിന് മുകളിലും വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള റീസൺസൊക്കെ ഈ ഒരു വാഹനത്തിൽ അപ്ലൈ ആവും. ഇതിനിപ്പോൾ അവരെന്തായാലും പുതിയ ജനറേഷനോ അല്ലെങ്കിൽ പുതിയ വേറെ വേർഷനോ ഒന്നും കൊണ്ടുവരാൻ എന്തായാലും ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വാഹനം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായും സേഫ്റ്റിയൊക്കെ നിങ്ങൾ മറന്നിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം മഹീന്ദ്രയുടെ മറ്റുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈവൻ ഇതിൻ്റെ മറ്റുള്ള വേർഷൻസ്, അതായത് ഇപ്പോൾ താറോ അല്ലെങ്കിൽ സ്കോർപ്പിയോനോ ഒക്കെ അവരുടെ പഴയ ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് വെച്ച് അത്യാവശ്യം നന്നായിട്ട് ഫെയർ ചെയ്തിട്ടുള്ളതാണ്. സ്കോർപ്പിയോൻ കൈൻഡ് ഓഫ് പുതിയ പ്രൊസീജിയേഴ്സ് ആയിരുന്നു. താറോ പക്ഷേ വളരെ പഴയ പ്രൊസീജിയേഴ്സാണ്. അതിലവർ ജസ്റ്റ് ഫ്രണ്ട് ഓഫ്സെറ്റ് മാത്രം കൺസിഡർ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെ ടെസ്റ്റിംഗ് ആണത്. അതുകൊണ്ട് തന്നെ താറിപ്പോൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു അവസ്ഥ ആവാനാണ് ചാൻസ്. പിന്നെ ഈ വണ്ടികളിൽ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. കാരണം ഇത് ലാഡർ ഫ്രെയിം SUVs ആണ്. ആൻഡ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന ലാഡർ ഫ്രെയിം SUVs ഒക്കെ മിക്കവാറും ഇങ്ങനെയായിരിക്കും. പിന്നെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇപ്പോൾ വേറെ ലാഡർ ഫ്രെയിം SUVs ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. മഹീന്ദ്രയാണ് ഇപ്പോഴും നമുക്ക് ലാഡർ ഫ്രെയിം SUVs ഒക്കെ ഒരു പ്രൈസ് പോയിന്റിൽ തരുന്നത്. ഇപ്പോൾ ബൊലേറോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ബൊലേറോ നിയോ ആയിക്കോട്ടെ, ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. പിന്നെ കുറച്ചുകൂടി മുകളിലേക്ക് പോവുകയാണെങ്കിലാണ് കിട്ടുന്നത്. അതായത് ഇപ്പം ഗൂർഖയുണ്ട്, പിന്നെ നമുക്ക് ഫോർച്യൂണർ, അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് പിന്നെ ലാഡർ ഫ്രെയിം കാറ്റഗറിയിലേക്ക് പോകുന്നത്. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപ്പിയോനും താറോ ഒക്കെ തീർച്ചയായും ലാഡർ ഫ്രെയിം ഷാസിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവരിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വിട്ടിരിക്കുന്ന 3 വാഹനങ്ങളുടെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ്. ഇതിലേത് വാഹനത്തിൻ്റെ റിസൾട്ടാണ് നിങ്ങളെ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.